ഗുഡ് മോർണിംഗ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നറിയോ, കോഴിക്കോട് പയ്യോളി, ഈ നീല കാണുന്ന ബീച്ച്. ഇവിടെ നിന്ന് 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ടേൺ ലെഫ്റ്റിനുള്ള വഴി കൊടുത്തു. ഇവര് ഞങ്ങളെപ്പോഴും പറയാറുണ്ട് ഇവിടുത്തെ ബീച്ച് നല്ല രസമുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് കുട്ടികളെ കൊണ്ട്. അങ്ങനെ പോയി നോക്കരുത്. അവിടെ തിരുവനന്തപുരത്തിൻ്റെ 2 പെണ്ണുങ്ങൾ വർത്താനം പറയുന്നത്. രാവിലെ തന്നെ ആരോ കുറ്റം പറയാണ് കാര്യമായിട്ട്. സമയം നോക്കിയാൽ രാവിലെ 8 മണിയായിട്ടുള്ളൂ. അപ്പോഴേക്ക് തുടങ്ങി. എന്ത് സുഖമല്ലേ കിട്ടുന്നത്. രാവിലെ തന്നെ ഒരാളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ഞാൻ അവരെ കുറിച്ച് കുറ്റം പറയുന്നു, അവർ വേറെ കുറിച്ച് കുറ്റം പറയുന്നു. ഞങ്ങൾ വീടിൻ്റെ മുറ്റത്തൊക്കെ ഫുള്ള് മണലാണ്. വഴി ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ പോകണം. എത്തി ജസ്റ്റ് ഒരു 2 മിനിറ്റ്, 170 മീറ്റർ. കുട്ടികളൊക്കെ മദ്രസയിലേക്ക് പോകുന്നതാ വരുന്നതാ എന്താണോ പോയി വരുന്നതായിരിക്കും അല്ലേ. 8 മണി. സംഭവം ഒരു ലോങ് ട്രിപ്പായിരുന്നു. ഒരു 4 ദിവസത്തെ യാത്രയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. കാരണം വെച്ചാൽ ഞാനും ഷുഐബും അഥവാ എൻ്റെ മകൻ, ഞങ്ങൾ 2 ആളും മാത്രം, വൈഫില്ലാതെ. അങ്ങനെ ഇവിടുന്ന് വേറെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ട്രെയിൻ ടിക്കറ്റ് ഞാൻ കരുതിയ പോലെ കിട്ടിയില്ല. അതൊക്കെ ക്യാൻസലായി പോയി. പിന്നെ പ്ലാൻ മൊത്തം ക്യാൻസൽ ചെയ്തു. ചെക്കന് 2.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ തന്നെ വന്നത്. അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം ഓൾറെഡി ഉച്ചയ്ക്ക് ശേഷം കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് കോഴിക്കോട് സൈഡിലോട്ട് നല്ല തിരക്കുണ്ടാവും. അപ്പോൾ മെയിലുണ്ടായിരുന്നു 2:15 ചെന്നൈ മെയിലുണ്ടായിരുന്നു. പക്ഷേ 2:15 ചെന്നൈ മെയിൽ നല്ല തിരക്കായി. കയറാൻ നോക്കുമ്പോൾ ആൾക്കാർ തൂങ്ങിയൊക്കെ നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾക്കറിയില്ല, അത് ക്യാൻസൽ ചെയ്ത് നെക്സ്റ്റ് ട്രെയിന് 3:15 തിരുവനന്തപുരം വണ്ടിയുണ്ട്. അപ്പോൾ അതിൽ കയറാൻ നോക്കുമ്പോൾ അതിലും തിരക്ക്. പിന്നെ എന്ത് ചെയ്ത് കുത്തി കയറി എങ്ങനെയൊക്കെയോ നേരെ കയറി മുകളിലങ്ങ് ഇരുന്ന് പിന്നെ തലശ്ശേരി എത്തുമ്പോൾ താഴെ സീറ്റിട്ട് താഴേക്ക് ഇറങ്ങി അവിടെ ഇരുന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. 2:15 3:15 സംഭവം ഞാൻ പിന്നെ ചിന്തിച്ചത് ഓൾറെഡി തിരക്കുണ്ടോ, പക്ഷേ തിരക്ക് കുറച്ചും കൂടി കൂടിയോന്ന് ഡൗട്ട്. കാരണം എന്താണെന്നറിയോ, വീക്കെൻഡായിരുന്നു, ശനിയാഴ്ച. ഇനിയിപ്പോൾ ഞായറാഴ്ച ലീവൊക്കെ കിട്ടി എല്ലാവരും നാട്ടിലേക്ക് പോകുന്ന ദിവസങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അതൊന്നും ഞാൻ ചിന്തിച്ചില്ല. പിന്നെ അത് വലിയൊരു പറ്റലായി പോയി. അങ്ങനെ ഇവിടെ വടകര എത്തി. വടകരയിൽ നിന്ന് പയ്യോളിയിലോട്ട് ബസ്സിൽ വന്ന്, പയ്യോളിയിൽ നിന്ന് അളിയൻ വന്ന് കൂട്ടാൻ. ഞാനിപ്പോൾ ഞങ്ങളെ വീട്ടിലുള്ളത്. എന്നിട്ട് ഇവിടുന്ന് ഇനിയൊരു 3 ദിവസത്തെ യാത്രയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ട്രെയിൻ ക്യാൻസലായി. ഇല്ല, ട്രെയിൻ ടിക്കറ്റ് സെറ്റായില്ല. അപ്പോൾ ഇന്നലത്തെ യാത്രയിൽ തന്നെ മനസ്സിലായി, ചെക്കനെയും കൊണ്ട് ഇങ്ങനെ ലോങ് പോവുകയാണെങ്കിൽ റിസർവേഷൻ കൺഫേം ആവാതെ പോയാൽ ശരിയാവില്ല എന്നൊരു തോന്നൽ. അങ്ങനെ തൽക്കാലം യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഞാൻ ഒറ്റക്കാണെങ്കിൽ പ്രശ്നമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ പോവാം. പക്ഷേ ചില കുട്ടികളുണ്ട് നമ്മൾക്ക് ശരിയാവില്ല എന്ന് എനിക്ക് ഇന്നലത്തെ യാത്രയിൽ മനസ്സിലായി. ഇന്നലെ ഇരിക്കാൻ സീറ്റ് കിട്ടി, എന്നാലും ശരിയാവില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ അവൻ ഉറങ്ങാണ്. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. ബാക്കിൽ ബീച്ചുണ്ട്, നല്ല ബീച്ചിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ തിരിച്ച് കാസർഗോഡിലേക്ക് പോകണം. എന്നിട്ട് അവിടുന്ന് നെക്സ്റ്റ് എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെന്നാണ് ഇപ്പോൾ തോന്നുന്നുള്ളത്. പിന്നെ തോന്നലൊക്കെ ഓരോരോ സമയത്ത് ഓരോന്നാണ്. ഇപ്പം എന്തായാലും ഒന്നും പ്ലാനില്ല. ഇനിയിപ്പോൾ ഉച്ചക്കൊരു വണ്ടിയുണ്ട് ഇവിടുന്ന് തന്നെ, പയ്യോളിയിൽ നിന്ന് തന്നെ. അപ്പോൾ അതിന് നേരെ ഏറനാട്. അപ്പോൾ അതിന് കയറി നേരെ കാസർഗോഡ് എത്തണം. പെങ്ങളൊക്കെ കാസർഗോഡേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് പിന്നെ അവരെ വീട്ടിലാക്കണം. പിന്നെ അവർക്ക് വീട്ടിലെത്തിയതിന് ശേഷം നെക്സ്റ്റ് പ്ലാൻ ചെയ്യാമെന്ന് കരുതുന്നു. നല്ല വൈബുള്ള സ്ഥലമായിട്ട് ഇത്. നമുക്കൊന്ന് നടന്ന് കാണാമല്ലോ, അതിൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളാണ്. നമുക്ക് നടന്ന് കണ്ടിട്ട് ടയേർഡാകുമ്പോഴേക്ക് ഇവിടെ ഇരിക്കാം. കടലത്ത് 2 വഴിയുണ്ട്. ആ സൈഡിലോട്ട് താർ റോഡും ഈ സൈഡിലോട്ട് മണലും. നമുക്ക് ആദ്യം ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. മണലാകുമ്പോൾ ഒന്നും കൂടെ വൈബാവും തോന്നുന്നു. നോക്കാമല്ലോ. നമ്മൾ തന്നെ നല്ല മണൽ ഇതിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ കള്ളിമുൾച്ചെടി ആരോ പണിയൊക്കെ ഇതിനുള്ളിൽ എന്നിട്ടൊരു വടി കയറ്റി വെച്ചേക്കുന്നു. സൈഡിലോട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കല്ലേ. വെറുതെ നോക്കുമ്പോൾ പയ്യോളി ബീച്ച് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്.
അപ്പോൾ അതിലേക്ക് ലൊക്കേഷൻ ഇട്ട് നോക്കുമ്പോൾ ഞാൻ നടക്കുന്ന ഈ സെയിം മണൽ റൂട്ട് തന്നെ 110 മീറ്റർ 2 മിനിറ്റ് പോയി നോക്കാമല്ലോ. അല്ല വ്യൂ പോയിൻ്റ് എന്നൊക്കെ ഉള്ളതല്ലേ, ബീച്ച് വ്യൂ പോയിൻ്റ് നോക്കാം. അതിൽ വേറെ തന്നെ ലൊക്കേഷനൊക്കെ കൊടുത്തിരിച്ചിട്ടുണ്ട് മാപ്പിൽ. ഓ ഇത് 120 കാണിച്ച് 150 200 ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ പോകുന്ന ഈ റൂട്ടല്ല, മറ്റേ റൂട്ടിലേക്കാണ് പോകേണ്ടത്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് പോകേണ്ടത്. ഏതായാലും ഇതുവരെ വന്നല്ലേ, നമ്മളെ കുറച്ച് ആൾക്കാർ മീൻ വില കുറക്കുന്നുണ്ട്. ഞാൻ ആദ്യം വന്നതാ അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് ഇവിടെ കയറി കുത്തിയിരുന്നു. ജസ്റ്റ് അവിടെ കടലിലേക്ക് നോക്കി, പിന്നെ എന്ത് ചെയ്ത് അങ്ങോട്ട് നടന്നത്. അങ്ങനെ നടക്കുമ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വ്യൂ പോയിന്റിലേക്ക് നടന്ന് അങ്ങോട്ട് എത്തിയെന്ന് പറഞ്ഞില്ലേ. ഇപ്പം ഞാനിതാ മാപ്പ് നോക്കുമ്പോൾ ഇവിടെ ഞാൻ ആദ്യം വന്ന് നിന്ന ഈ ജംഗ്ഷൻ ഇവിടെ എത്തുമ്പോഴാ എൻ്റെ ഗൂഗിൾ എന്നോട് പറഞ്ഞതാ പയ്യോളി ബീച്ച് വ്യൂ പോയിൻ്റ് ഇതാണ്. ഇപ്പം ഞാൻ ആരായി? ഇവിടെ വന്നിട്ട് ബീച്ച് വ്യൂ പോയി തപ്പി അങ്ങോട്ട് ഒരു 1/4 കിലോമീറ്റർ നടന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? ഏതായാലും ഇനി നമുക്ക് താറിൻ്റെ റോഡിലെ കുറച്ച് നടക്കാം. ഇവിടുന്ന് നല്ല രസമുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ഇറക്കായതുകൊണ്ട് കുറച്ച് താന്നിട്ടായതുകൊണ്ട് നടക്കുമ്പോൾ ഈ കടലും തിരമാലയൊന്നും കാണുന്നില്ല. ഇവിടെ എന്തായാലും കുറച്ച് ഉയരത്തിലായതുകൊണ്ട് തിരമാല കാണുന്നുണ്ട്. നല്ല കുറേ തെങ്ങുകളുണ്ട്. അതിനപ്പുറത്തൊരു അമ്പലം കാണുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, മണൽ ഗ്രൗണ്ട്. നല്ല രസമുണ്ട് ഈ സ്ഥലം. ഇതിലൊക്കെ സൈക്കിളോട്ടി പോകാൻ നല്ല രസമുണ്ടാവും അല്ലേ? എടാ അവിടെ മീൻ കിട്ടിയോ? വല എറിഞ്ഞ വല തിരിച്ചെടുത്തിട്ടുണ്ടല്ലോ. ഇല്ലേ, അവര് തോണിയിൽ പോയി വന്നിട്ട് മീനൊക്കെ എടുത്ത് വല ക്ലീൻ ചെയ്യാണ്. ഏതാ ആ വല നേരാക്കുന്ന ആളെ കണ്ടപ്പോൾ മീൻ പിടിച്ചാൽ നേരത്തിൽ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ നിന്ന് ശശിയെ എന്നിട്ട് ഞാൻ കുറച്ചപ്പുറത്ത് ഒരാളെ ഇരുന്ന് കണ്ട്. അപ്പോൾ അയാളടുത്തേക്ക് പോയി. അയാൾ ഇനി വലയിടുന്നതാണോ ചൂണ്ടയിടുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കുമ്പോൾ പഹയനില്ലേ 1 or 2 കാര്യം സാധിക്കുമായിരുന്നു. ഞാൻ ക്യാമറയും പിടിച്ച് വന്നപ്പോൾ ഉണ്ടപ്പോൾ പെട്ടെന്ന് അയാൾ എണിച്ചങ്ങ് ഓടി. അല്ല, എൻ്റെ ഇന്നത്തെ രാവിലെ ഫുള്ള് പ്ലിങ് ആണല്ലോ, പ്ലിങ്ങോട് പ്ലിങ്. ഇതാ ഇനിയിപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ വലയിടുന്നുണ്ട്. അത് വല തന്നെ ഉറപ്പാണ് കേട്ടോ. ഒന്നുകിൽ വലയല്ല, മറ്റേ കക്ക പൊറുക്കാൻ തോന്നുന്നു. യെസ് ക്യാമറയും കൊണ്ടുവരുമ്പോൾ അയാളിനെ ഓടിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാര്യം എന്താണെന്നറിയോ? ഞാൻ രാവിലെ എണീച്ച് കുറച്ച് ജോഗിങ്ങിന് പോകാറുണ്ട്, സുബഹിക്ക് എണീച്ചിട്ട്. എന്നിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം എല്ലാവർക്കും അറിയാമായിരിക്കും, പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ആ സ്ഥലത്ത് കടലിനടുത്ത് ജോഗിങ്ങിന് പോവുക, അവിടെ രസമല്ലേ, ഒരു വൈബല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്ത്, ഞാൻ ബൈക്ക് എടുത്ത് കടലിൻ്റെ അടുത്ത് പോയി ജോഗിങ്ങിന് പോയി. ഒരു ദിവസം പോയി പ്രശ്നമൊന്നുമില്ല. 2ാമത്തെ ദിവസം കുറച്ചുകൂടെ നേരത്തെ ഞാൻ പോയി. സുബഹി ബാങ്കിൻ്റെ സമയത്ത് നിസ്കാരം കഴിഞ്ഞുകൊണ്ട് തന്നെ പോയി. നോക്കുമ്പോൾ ഒരു സംഭവം എന്താണെന്നറിയോ? അവിടെയുള്ള ആൾക്കാർ മൊത്തം കടലിലിരുന്ന കാര്യം സാധിക്കുന്നത്. ഓരോരുത്തരെ കപ്പിയിടുന്ന ലൈവായിട്ട് കണ്ട് അന്നൊക്കെ ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ സ്ഥലം പറയുന്നില്ല, എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും സ്ഥലം പറയുന്നില്ല. അവിടുന്ന് പിന്നെ ഞാൻ ആ ഭാഗത്തോട്ട് രാവിലെ പോകാറില്ല, മാക്സിമം രാവിലെ പോകാറില്ല. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രസമായിരിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ ഉടനെ ഓരോരുത്തരും തൂർന്നൊക്കെ കണ്ണുകൊണ്ട് കാണുമ്പോൾ എങ്ങനെയുണ്ടാവും? അത് ഒരാളല്ല, ഒരാൾ പിന്നൊരാൾ അടുത്തടുത്തടുത്തടുത്ത ആൾക്കാർ ഇരിക്കുന്നത്. എന്താ കാര്യം, എന്താ അവസ്ഥ? ഇവിടെ 2 ആൾക്കാർ, അവിടെ ഒരു 3-4 ആൾക്കാർ, പിന്നെ അപ്പുറത്തങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇത് വേറെ തന്നെ ഒരു വലയാണ്. തിരമാല വരുമ്പോൾ അവർ ആ വല ഇങ്ങനെ അടിയിലേ കുടിച്ച് വലിച്ചെടുക്കുന്നത്. ഇത് ക്യാമറ കൊണ്ട് സൂം ചെയ്യാൻ പറ്റില്ല. എന്നാൽ അവരെങ്ങനെ വലിച്ചെടുത്ത് നിൽക്കതാ അടുത്ത തിരമാല വന്ന് തിരമാല വരുമ്പോൾ അവരെങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട്. കക്ക ഓർക്കുന്നതായിരിക്കും അല്ലേ? കക്കയോ ഞണ്ടോ നോക്കാം. ഒരു നെറ്റാണ്. അതിൻ്റെ തുടക്കത്തിൽ എന്തൊരു ഇരുമ്പ് പോലെ വെച്ചിട്ട് ഒരു വായ പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ അത് കോരി എടുത്തിട്ട് എന്താ അയാൾ കുറേ വട്ടം കോരുന്നുണ്ട്. ഓരോ തിരമാല വരുമ്പോൾ കോരിയിട്ട് അയാളുടെ ഏകദേശം ഫുള്ളായും തോന്നുന്നു. എന്നിട്ട് അവിടുന്ന് വരുന്നതിനേക്കാൾ മുമ്പ് 2 സൈഡും പൊടിച്ചിട്ട്
ഒന്ന് ആറ്റുന്നുണ്ട്. ആറ്റം വെച്ചാൽ ഇങ്ങനെ എന്താ എനിക്കെന്താ പറയില്ല അറിയില്ല, ആ മണലൊക്കെ കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലവർ കോരുന്ന സാധനം മാത്രം ബാക്കിയാവും. അത് കക്ക തന്നെ ആയിരിക്കും, നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കുറേ ഉണ്ട് ഇവിടെ, കുറേ ഉണ്ട്, കുറച്ച് ചെറുത്ത് കുറേ ഉണ്ട്, കടലിൻ്റെ സൈഡിൽ നടക്കുമ്പോൾ നല്ലൊരു വലിയ ഗ്ലാസ് കിട്ടി. ഇവരൊക്കെ ഇങ്ങനെ പൊറുക്കാൻ വേണ്ടി ചെരുപ്പമില്ല അതിൽ കടലിറങ്ങുന്നത്. ഇത് ഇവിടെ നിൽക്കട്ടെ, ഉള്ളിൽ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാലിലെ കുത്തും. രണ്ടുപേര് പൊറുക്കുന്നത് എന്താ ഇതാണ് സംഭവം കേട്ടോ. ഞാൻ അവിടെ നിന്ന് കാണിച്ച ചെറിയ ചെറിയ സാധനങ്ങളില്ല, അത് തന്നെ എന്താ അനങ്ങട ഇതിൻ്റെ ഉള്ളിൽ സാധനമുണ്ട്. ഞാൻ ഇപ്പോൾ കയ്യിലെടുക്കുമ്പോൾ അനങ്ങുന്നുണ്ടായിരുന്നു. കയ്യിലെടുത്തതിന് ശേഷം അനങ്ങളിൽ നിന്ന് ഇതിൽ ഒരാൾ ആ പിടിച്ചിട്ട് ആകെ ഇത്ര ആയിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഇത്രയും, അവിടെ എത്രയേ മറ്റൊരാൾ പിടിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ ഇതെന്താ ചെയ്യാന്നുള്ളത്. എൻ്റെ വലുതൊക്കെ ഉപയോഗിക്കലറിയാം, പക്ഷെ ഇത്ര ചെറുത് എന്തിനാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അടുത്ത് എന്തിനാ ഉപയോഗിക്കല്? സിമെന്റിലേക്കാ? ആ അപ്പൊ ഇതെങ്ങനെ പൊടിയാക്കല്? മെഷീൻ ഉണ്ടോ? ആണ് സംഭവം മനസ്സിലായ. നമ്മള് കുമ്മായം അല്ലേ, കുമ്മായം 100 കുമ്മായം, അതിലേക്ക് സിമെന്റിലേക്ക് പൊടിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഈ സാധനം എടുക്കുന്നത് ഇവർ. എന്നിട്ട് ഇത് ഇവിടെ വന്നിട്ട് വേറെ ടീം ഇവരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവർ പൊടിച്ചിട്ട് അതിലേക്ക് ഉപയോഗിക്കുന്നതാണ് ഒരേട്ടൻ പറഞ്ഞ. യെസ് അടുത്ത ഏട്ടനെ കൊണ്ടുവരുന്നുണ്ട്. ഞാനവിടെ ഇങ്ങനെ കഥയും പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്നതാ അങ്ങ് ദൂരെ ഒരു തോണി വന്ന് കരക്കടിഞ്ഞ് അതിൻ്റെ ബാക്കിൽ വേറൊരു തോണിയുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. ഇവരൊക്കെ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ചീത്ത പറയോ അല്ലെങ്കിൽ മുണ്ടാതിരിക്കോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുമോ ഒന്നും അറിയില്ല. ഏതായാലും പോയി നോക്കാം, ഒരു രസമല്ലേ. സമ്മതിക്കുകയാണെങ്കിൽ എടുക്കാം, എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്ത് നമുക്ക് അവിടെ കണ്ടു നിൽക്കാം, ഇത്രയ്ക്കേ ഉള്ളൂ. അവർ വലിച്ചു കയറ്റുന്നുണ്ട്. യെസ്